കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു അധ്യായമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ ഇന്ന് ഒപ്പുവെക്കും. 2 കരാറുകളാണ് പ്രധാനമായും ഒപ്പിടുന്നത്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറാണ് ആദ്യം ഒപ്പിടുക. തുറമുഖത്തിന്റെ വരുമാനം 20% കേന്ദ്രവുമായി പങ്കിടാം എന്ന 2ാമത്തെ കരാറിൽ ചീഫ് സെക്രട്ടറിയും ഒപ്പുവെക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിഷ്ണു. അതിലെ തീർച്ചയായിട്ടും ഇന്ന് ഒരു വലിയ നീക്കമാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കുന്ന കരാറിന് ഒപ്പുവെക്കുകയാണ്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറാണ് ആദ്യം ഒപ്പിടുന്നത്. അതോടൊപ്പം തന്നെ തുറമുഖത്തിന്റെ വരുമാനം 20% കേന്ദ്രവുമായി പങ്കിടാമെന്ന 2ാമത്തെ കരാറിൽ ചീഫ് സെക്രട്ടറി ഒപ്പുവെക്കും. ഈ അടിസ്ഥാനത്തിലാണ് ഇന്ന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കുന്നത്. VGF തുക 817.80 കോടി രൂപ സ്വീകരിക്കാമെന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നത്. ആദ്യം തന്നെ സംസ്ഥാന സർക്കാർ ഇതിനെ എതിർത്താണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും വിഴിഞ്ഞം തുറമുഖം കൊണ്ട് വലിയ ലക്ഷ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പണം കടമായി സ്വീകരിച്ചാൽ പോലും സാമ്പത്തിക നേട്ടം സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പണം സ്വീകരിക്കുന്നത്. ഏതായാലും ഈ വായ്പയായി സ്വീകരിക്കുന്ന ഈ തുക തിരിച്ചടയ്ക്കേണ്ട കാലാവധി ലാഭത്തിന്റെ വിഹിതത്തിൽ നിന്നാണ്. അത് അടയ്ക്കേണ്ടി വരും. ഏതായാലും സംസ്ഥാന സർക്കാർ അതിന് തയ്യാറായാണ് ഇപ്പോൾ അത് കരാർ ഒപ്പുവെക്കാനായുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കരാർ ഒപ്പുവെക്കുന്നതോടെ തന്നെ ഉടൻ തന്നെ ഇനി ഈ പോർട്ട് കമ്മീഷൻ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കടക്കും. പോർട്ട് കമ്മീഷൻ ഉടനെ തന്നെ നടത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ഏതായാലും ഇതിന്റെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട 2ഉം 3ഉം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തുടർന്നു വരികയാണ്. പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ 53 ചരക്ക് കപ്പലാണ് ഈ കഴിഞ്ഞ മാസം തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത്. അത്രത്തോളം വലിയ രീതിയിൽ കപ്പലുകൾ വരുന്നു. മദർഷിപ്പിന് വന്നെത്താൻ പറ്റുന്ന ഒരു മദർ പോർട്ട് കൂടിയാകുകയാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യാനായി ഇതിലൂടെ സാധിക്കും. ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വായ്പയായി അടക്കം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ മദർഷിപ്പുകളടക്കം എത്തുന്ന ഒരു സ്ഥലമായി മാറുന്നത് കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും വലിയ ലാഭം വളരെ വൈകാതെ തന്നെ 2028 തന്നെ നേടിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. വിഷ്ണു, അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു ചോദ്യം കൂടിയുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ മദർ ഷിപ്പുകൾക്ക് കൂടി വന്നെത്താൻ കഴിയുന്ന ഒരു മദർ പോർട്ടായി വിഴിഞ്ഞത്തെ രൂപപ്പെടുത്താനുള്ള സ്വപ്ന പദ്ധതിയാണ് ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർ ഷിപ്പുകളിൽ ഒന്നായ MSC ടർക്കി ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുകയാണ്. പുറംകടലിൽ നങ്കൂരമിടുന്ന കപ്പൽ ഇന്ന് ബർത്തിലേക്ക് അടുക്കുകയും ചെയ്യും. ഇന്നുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന ഒരു കപ്പൽ കൂടിയാണ് MSC ടർക്കി. ഇന്നാണ് ആ കപ്പൽ തുറമുഖത്തേക്ക് എത്തുന്നത്. എപ്പോഴായിരിക്കും ബർത്തിലേക്ക് അടുപ്പിക്കുക? കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതിലെ രാവിലെ 8 മണി കഴിയുന്നതോടെ തന്നെ ഈ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന് തീരത്തെത്തും. അതിനുശേഷമാണ് ബർത്തിലേക്ക് അടുപ്പിക്കുക. ഏതായാലും MSC ടർക്കി വിഴിഞ്ഞം തുറമുഖത്തിൽ എത്തുന്ന വലിയ കപ്പലുകളിൽ ഒന്നാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈ മദർഷിപ്പുകളിൽ ഒന്നാണ് ഈ MSC ടർക്കി. ഈ ചരക്ക് കപ്പലിൽ നിന്നും നിരവധി കണ്ടെയ്നറുകളാണ് എത്തിക്കുന്നത്. അതായത് 24,346 കണ്ടെയ്നർ വരെ വഹിക്കാൻ കഴിവുള്ള ഒരു കപ്പലാണ്. അതിൽ നിന്നും കൂടുതൽ കണ്ടെയ്നറുകൾ ഇവിടേക്ക് എത്തും. ഇതുവരെ 5 ലക്ഷം കണ്ടെയ്നർ ചരക്കം നീക്കമാണ് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നടന്നിട്ടുള്ളത്. ഏതായാലും MSC ക്ലോഡ് ഗ്രാഡറ്റ് എന്നായിരുന്നു ഇതിനു മുമ്പ് വിഴിഞ്ഞത്തെത്തിയ ഏറ്റവും വലിയ കപ്പൽ. അതിനുശേഷമുള്ള ഏറ്റവും വലിയ കപ്പലായാണ് ഈ MSC ടർക്കിയെ കണക്കാക്കുന്നത്. ഏതായാലും 53 ചരക്ക് കപ്പലുകൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു നേട്ടത്തിനൊപ്പം തന്നെയാണ് ഈ MSC ടർക്കിയുടെ വരവും. ഒരു നിരവധി കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തുന്നത്. 400 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുള്ള ഒരു കപ്പലാണ്. വലിയൊരു കപ്പലാണ്. ഏതായാലും ഇനിയും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ ഇതിലും അധികം കപ്പലുകൾ ഇവിടേക്ക് എത്തും. സംസ്ഥാനത്തിന്റെ ഒരു നേട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇന്നെത്തുന്ന ഈ കപ്പലിന്റെ വരവ് കൂടി ആഘോഷിക്കുന്നത്. ഏതായാലും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വലിയ ഒരു വളർച്ചയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതുല്യ.